ബൾക്കിംഗ് ചലഞ്ച്. അപ്പോൾ ആൾറെഡി 10 kgന്റെ അടുത്ത് ട്രാൻസ്ഫോം ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇനിയും ട്രാൻസ്ഫോം ചെയ്യാൻ പോണേ. അങ്ങനെ ഇന്നത്തെ ജിം കഴിഞ്ഞ് വന്നു. നമ്മൾ ഷെയ്ക്ക് ഉണ്ട്. അതുപോലെ 6 മുട്ടയാണ് ആക്ച്വലി നമ്മൾ കഴിക്കേണ്ടത്. പക്ഷേ ഒരു മുട്ടൻ്റെ അടുത്ത് ചാടി പോയി കണ്ട് പൊട്ടി. അപ്പോൾ പിന്നെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞു. ഒരു ബനാന, 4 സ്ലൈസ് ഹോൾ വീറ്റ് ബ്രെഡ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ പീനട്ട് ബട്ടർ വെച്ചിട്ടുണ്ട്, പിന്നെ 3 എഗ് വൈറ്റും നമുക്കുണ്ട്. ഓക്കെ, അങ്ങനെ പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം ഉച്ചക്കത്തെ മീലിൽ നിന്ന് നമ്മുടെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോൾ 300 ഗ്രാം റൈസും അതേപോലെ തന്നെ 150 ഗ്രാം ബീഫും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഓക്കെ, പിന്നെ അങ്ങനെ 2 മണിക്കൂർ വീണ്ടും കഴിഞ്ഞ് ഈവനിങ്ങത്തെ സംഭവമാണ് കാണുന്നത്. 100 ഗ്രാം സോയാബീന്, 150 ഗ്രാം പൊട്ടാറ്റോ, 200 ഗ്രാം റൈസ്. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് നൈറ്റായി ഏകദേശം 45 ഗ്രാം പീനട്ട്സ് എടുത്തിട്ടുണ്ട് നമ്മൾ. ഈ ഒരു പീനട്ട്സിലോട്ട് നമ്മൾ പാൽ വെച്ചിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടിട്ട് അങ്ങനെ അതൊരു ജ്യൂസാക്കി അത് ഷെയ്ക്കാക്കി കുടിച്ച് അങ്ങനെ നമ്മൾ കാലോറി ടോട്ടൽ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാൻ നേരത്ത് 3048 കലോറി ഉണ്ട്. 3300 നമ്മൾ ടാർഗറ്റ്. കുഴപ്പമില്ല, നമ്മൾ ആകെ 2000 കലോറി പോലും ഡെയിലി കഴിക്കാറില്ല ഡയറ്റ് ഇല്ലാത്തപ്പോൾ.